Hi students, environmental chemistryയിലെ കുറച്ച് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള പോർഷൻസ് ആണ് ഈ പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡേ ബൈ ഡേ നമ്മുടെ എൻവയറമെന്റ് പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഓട്ടോമൊബൈൽസ്, കെമിക്കൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് ഇവിടെ നിന്നൊക്കെ വേസ്റ്റ് നേരിട്ട് എൻവയറമെന്റിലേക്കാണ് ഡംപ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വാട്ടർ, സോയിൽ, എയർ ഇതൊക്കെ പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിക്ചറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻവയറമെന്റൽ പൊല്യൂഷന്റെ ഇന്റൻസിറ്റി അല്ലെ. ഫസ്റ്റ് ഇമേജിൽ നമുക്കറിയാം ഏതോ ഫാക്ടറിയിൽ നിന്നുള്ള ഫ്യൂംസ് നമുക്ക് പുറത്തേക്ക് പോകുന്നത് കാണാം. പിന്നെ വാട്ടർ പൊല്യൂഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ രണ്ട് സ്ലൈഡും വാട്ടർ പൊല്യൂഷൻ ആണ് കാണിക്കുന്നത്. പിന്നെ ഇത് സോയിൽ പൊല്യൂഷൻ, നമുക്ക് എർത്തിൽ കുറേ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്ത ഇമേജ് ആണ്. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ് മെയിൻ ആയിട്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ വെഹിക്കിൾസ് നിന്ന് എമിറ്റ് ചെയ്യുന്ന gases, ഇൻഡസ്ട്രിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഹാർംഫുൾ ഗ്യാസസ്, ഇതൊക്കെയാണ് എൻവയറമെന്റൽ പൊല്യൂഷന് മെയിൻ ആയിട്ടുള്ള റീസൺസ്. ഇനി എൻവയറമെന്റൽ പൊല്യൂഷന്റെ ഡെഫിനിഷൻ നോക്കാം. ഒരു ഹാർംഫുൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പൊല്യൂട്ടൻ കാരണം നമ്മുടെ എൻവയറമെന്റ് കണ്ടാമിനേറ്റ് ആവുകയാണെങ്കിൽ അവിടെ എൻവയറമെന്റൽ പൊല്യൂഷൻ നടന്നു. ഹാർംഫുൾ സബ്സ്റ്റൻസിനെയാണ് പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊല്യൂട്ടൻ ഉണ്ടാകുമ്പോൾ എയർ, വാട്ടർ, സോയിൽ കണ്ടാമിനേറ്റ് ആവുകയാണെങ്കിൽ അവിടെ എൻവയറമെന്റൽ പൊല്യൂഷൻ നടന്നിട്ടുണ്ട്. പൊല്യൂഷന് കുറേ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. പൊല്യൂഷൻ നമ്മളെ ഹ്യൂമൻ ബീങ്സിനെ മാത്രമല്ല ആഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നത്, അത് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ ആഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. പൊല്യൂഷൻ കാരണം നമുക്ക് കുറേ സീരിയസ് ആയിട്ടുള്ള ഡിസീസസ് വരാം. ചില കേസിൽ, എക്സ്ട്രീം കേസിൽ ഡെത്ത് വരെ സംഭവിക്കാം. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് എക്സ്ട്രീം വെതർ കണ്ടീഷൻ, നല്ല ചൂട് അല്ലെങ്കിൽ നല്ല തണുപ്പും, ഇങ്ങനെയുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം ഈ പൊല്യൂഷന്റെ എഫക്റ്റ് കാരണമാവാം നമുക്ക് 2 വർഷമായിട്ട് കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാവുന്നല്ലേ. അപ്പോൾ 2 വർഷമായിട്ട് കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാവാനുള്ള റീസൺ പൊല്യൂഷൻ കാരണമാവാം. ഇനി പൊല്യൂട്ടൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പൊല്യൂട്ടൻസ് പല ഫോമിലുണ്ടാവും. ഗ്യാസ് ഫോമിലുണ്ടാവും, മെറ്റൽസ് ഫോമിലുണ്ടാവും, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, സ്മോക്ക്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഇതൊക്കെ പൊല്യൂട്ടൻസ് ആണ്. കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, CFC അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഇതൊക്കെ ഗ്യാസസ് ഫോമിലുള്ള പൊല്യൂട്ടൻ്റ് ആണ്. ഇനി മെറ്റൽ ഫോമിലുള്ള പൊല്യൂട്ടൻസ് ആണ് ലെഡ്, മെർക്കുറി, കാഡ്മിയം. 3 ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്: എയർ, വാട്ടർ ആൻഡ് സോയിൽ. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എയർ പൊല്യൂഷൻ. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹാർംഫുൾ പൊല്യൂട്ടന്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ഈ പൊല്യൂട്ടൻ്റ് ആണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. എയർ പൊല്യൂഷൻ ആഡ്വേഴ്സ് ആയിട്ട് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എക്സസീവ് എഡിഷൻ ഓഫ് പൊല്യൂട്ടന്റ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ വിച്ച് കോസ് ആഡ്വേഴ്സ് എഫക്ട് ടു ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഡൽഹി. ഡൽഹിയുടെ ഒരു ഇമേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എയർ ഭയങ്കര ക്ലൗഡിയാണ്, അല്ല ഒരു മൂടൽ മഞ്ഞ് പോലെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസ് ഒക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഗ്യാസ് വരുമ്പോൾ നമുക്ക് എന്താണ്, ബ്രീതിങ് പ്രോബ്ലംസ് ഉണ്ടാവും. ചില കേസിൽ അത് ക്യാൻസർ വരെ കോസ് ചെയ്യാം. എയർ പൊല്യൂഷന്റെ വേറൊരു ആഡ്വേഴ്സ് എഫക്റ്റ് ആണ് ആസിഡ് റെയിൻ. ഇതിനെ പറ്റി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. നെക്സ്റ്റ് സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ. നാച്ചുറൽ ആക്ടിവിറ്റി വഴിയും ഹ്യൂമൻ ആക്ടിവിറ്റി വഴിയും എയർ പൊല്യൂഷൻ ഉണ്ടാവാം. ഫസ്റ്റ് നമുക്ക് നാച്ചുറൽ ആക്ടിവിറ്റി കാരണമുള്ളത് നോക്കാം. വോൾക്കാനോ ഇറപ്ഷൻ. ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്താൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസും കെമിക്കൽസും ഒക്കെ പുറത്തേക്ക് പോകും. ഇത് എയർ പൊല്യൂഷന് കാരണമാവും. നെക്സ്റ്റ് ഫോറസ്റ്റ് ഫയർ. ഫോറസ്റ്റ് ഫയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യും. ഇതും എയർ പൊല്യൂഷൻ ഒരു റീസൺ ആണ്. നാച്ചുറൽ ആക്ടിവിറ്റിയെക്കാട്ടും ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. ഹ്യൂമൻ ആക്ടിവിറ്റിയിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വെഹിക്കിൾ എക്സോസ്റ്റ് എന്നുള്ള പൊല്യൂഷനാണ്. നിങ്ങൾക്കറിയാം വെഹിക്കിൾ എക്സോസ്റ്റിൽ ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ടാകും. ഈ ഗ്യാസസ് ഒക്കെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കും. നെക്സ്റ്റ് ഇൻഡസ്ട്രീസ്. സെവറൽ കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ, ഇങ്ങനെ പല ഇൻഡസ്ട്രിയിൽ നിന്നും
ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതും എയർ പൊല്യൂഷന് കാരണമാണ്. നെക്സ്റ്റ് തെർമോ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇവിടെ നിന്നൊക്കെ ഹാർംഫുൾ ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നുണ്ട്. ഇത് കാരണം നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആവും. മേജർ എയർ പൊല്യൂട്ടന്റ് എക്സാമ്പിൾസ് ആണ് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, nitrogen dioxide, particulate matters, and ground level ozone. Next is types of air pollutant. There are two types of air pollutants, primary and secondary air pollutant. നിങ്ങൾക്കറിയാം വെഹിക്കിൾ എക്സോസ്റ്റ് എന്നൊക്കെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയുള്ള ഹാർംഫുൾ റേഡിയേഷൻസ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്റ്റായി എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻ്റ് ആണ് പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ്. So harmful substance that is emitted directly into the atmosphere is called primary air pollutant. Carbon monoxide, carbon dioxide, nitrogen oxides, sulfur oxides ഇതൊക്കെ ഒരു primary air pollutant ആണ്. ഇനി സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് ഫോം ചെയ്യുന്നത് പ്രൈമറി എയർ പൊല്യൂട്ടൻറ്റും അറ്റ്മോസ്ഫിയറിലുള്ള വേറെ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ വേറൊരു എയർ പൊല്യൂട്ടൻ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് ഉണ്ടാവുക. പ്രൈമറി എയർ പൊല്യൂട്ടൻറ്റും അറ്റ്മോസ്ഫിയറിലുള്ള വേറെ ഗ്യാസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഇതൊക്കെ സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റിന് എക്സാമ്പിൾ ആണ്. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അറ്റ്മോസ്ഫിയറിൽ ഡയറക്റ്റ് ആയിട്ട് എമിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ്. നിങ്ങൾക്കറിയാം വെഹിക്കിൾസ് നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയുള്ള ഗ്യാസ് ഒക്കെ എമിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ആണ്. CO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, CO2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, SO2 is sulfur dioxide, NO is nitric oxide, NO2 is nitrogen dioxide, hydrocarbons, particulates ഇതൊക്കെ പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി പ്രൈമറി എയർ പൊല്യൂട്ടൻറ്റും അറ്റ്മോസ്ഫിയറിലുള്ള വേറെ ആൾക്കാരും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് കിട്ടുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഓസോൺ, പാൻ ഇതൊക്കെ സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് എക്സാമ്പിൾ ആണത്. നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത് നൈട്രജൻ ഓക്സൈഡും മോയ്സ്ചറും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. ഇനി സൾഫർ ഓക്സൈഡും മോയ്സ്ചറും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത്. ഈ സ്ലൈഡിൽ കാർബൺ മോണോക്സൈഡിന്റെ സോഴ്സും അതിന്റെ ആഡ്വേഴ്സ് ഇഫക്റ്റുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ കാർബൺ മോണോക്സൈഡ് മിസ്റ്റേക്ക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. കാർബൺ മോണോക്സൈഡ് ഒരു കളർലെസ് ഓഡർലെസ് ടോക്സിക് ഗ്യാസ് ആണ്. അത് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഓട്ടോമൊബൈൽ എക്സോസ്റ്റിലാണ് അത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഫ്യൂവലിന്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നത്. അതിന്റെ പ്രോബ്ലം ഇറ്റ് കോസ് ഹെഡേക്ക്, ഫറ്റീഗ്, impaired visions, and in some cases it causes death. കാർബൺ മോണോക്സൈഡ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഹീമോഗ്ലോബിനെ അയൺ ആയിട്ട് അത് ബൈൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ആളാണ് ഹീമോഗ്ലോബിൻ. അപ്പം കാർബൺ മോണോക്സൈഡ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഓക്സിജന്റെ എമൗണ്ട് കുറയും. അത് കാരണം നമുക്ക് എന്താണ് ബ്രീതിങ് പ്രോബ്ലംസ് ഉണ്ടാവും. ഇനി ഹൈ എമൗണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് ഡെത്ത് വരെ സംഭവിക്കാം. നെക്സ്റ്റ് സൾഫർ ഓക്സൈഡിന്റെ സോഴ്സും പ്രോബ്ലം ആണ്. സൾഫർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്, SO2 ആൻഡ് SO3. മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് കോൾ ആൻഡ് ഫ്യൂൽ ഓയിൽ ബേൺ ചെയ്യുമ്പോഴാണ് സൾഫർ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ പവർ പ്ലാന്റിന്റെ എക്സോസ്റ്റിലും സൾഫർ ഓക്സൈഡ്സ് ഉണ്ടാവും. ഇനി നാച്ചുറൽ ആക്ടിവിറ്റി വഴിയും സൾഫർ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വോൾക്കാനോ ഇറപ്ഷൻ. ഒരു വോൾക്കാനോ ഇറപ്ഷൻ നടന്നാൽ അറ്റ്മോസ്ഫിയറിലേക്ക് ടൺസ് ആൻഡ് ടൺസ് ഓഫ് സൾഫർ ഓക്സൈഡ്സ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഇത് ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് സൾഫർ ഓക്സൈഡ്.
ഇത് നമുക്ക് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. മെയിൻ ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ നമ്മുടെ കയ്യിൽ വീണ ആൾക്കാർക്ക് മനസ്സിലാക്കാം, നമുക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആളാണ് സൾഫർ ഓക്സൈഡ്സ്. ഇനി സഫോക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രീതിങ് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. സൾഫർ ഓക്സൈഡിന്റെ വേറൊരു ആഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് ആസിഡ് റെയിൻ. ഇനി നൈട്രജൻ ഓക്സൈഡിന്റെ സോഴ്സും പ്രോബ്ലം ആണ്. നൈട്രജൻ ഓക്സൈഡും അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നത് വെഹിക്കിൾ എക്സോസ്റ്റ്, പവർ പ്ലാന്റ് എക്സോസ്റ്റ് വഴിയൊക്കെയാണ് നൈട്രജൻ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. ഇനി നാച്ചുറൽ സോഴ്സ് വഴി നൈട്രജൻ ഓക്സൈഡ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈറ്റ്നിങ്. നൈട്രജൻ ഓക്സൈഡും ഹാർംഫുൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അതിന്റെ മെയിൻ പ്രോബ്ലം ഇറ്റ് കോസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക്. ഫോട്ടോകെമിക്കൽ സ്മോക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. ഇനി ഇറ്റ് കോസ് ഇറിറ്റേഷൻ. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ സൾഫർ ഓക്സൈഡ് പോലെ തന്നെ ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. പിന്നെ ഉള്ളതാണ് ആസിഡ് റെയിൻ. നൈട്രജൻ ഓക്സൈഡ് ആണ് നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത്. നൈട്രിക് ആസിഡ് ആണ് ആസിഡ് റെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഹാർംഫുൾ ആയിട്ടുള്ള ഒരു പൊല്യൂട്ടന്റ് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അല്ലെങ്കിൽ CFC. CFCയിൽ മെയിൻ ആയിട്ട് ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ ഇവരാണ് ഉണ്ടാവുക. CFC മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് AC അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണ്. AC അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു റെഫ്രിജറന്റ് ആയിട്ടാണ് CFC യൂസ് ചെയ്തത്. CFCക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നമുണ്ട്, അത് ഓസോൺ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓസോൺ ആയിട്ട് CFC റിയാക്ട് ചെയ്യും, എന്നിട്ട് ഓസോൺ ലെയറിന് ഹോൾ ഉണ്ടാക്കും. അപ്പം ഇത് കാരണം പല രാജ്യങ്ങളും CFC ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിലൊന്നും CFC യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ടുള്ള കുറേ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്.